1 കൊരിന്ത്യർ 9-12 അതിന്റെ 2 ഭാഗം. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിക്കാൻ സകലവും പൊറുക്കുന്നു. സുവിശേഷത്തിന് വേണ്ടിയുള്ള ആത്മത്യാഗത്തിൽ തനിക്ക് ലഭിക്കാൻ ന്യായമായ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ടെങ്കിൽ പോലും സുവിശേഷത്തിന്റെ പ്രചാരണത്തിന് അതൊരു തടസ്സമാകരുത് എന്ന് കരുതി അവ വേണ്ടെന്ന് വയ്ക്കുന്ന ഉന്നതമായ ആത്മീയ നിലപാടാണ് ഈ വചനത്തിന്റെ കാതൽ. ദൈവജനത്തിന്റെ നന്മയ്ക്കായി സ്വന്തം അവകാശങ്ങൾ വേണ്ടെന്ന് വെച്ച നേതാക്കളെ പഴയ നിയമത്തിൽ കാണാം. യഹൂദ ദേശത്തെ ദേശാധിപതിയായിരുന്ന നെഹമ്യാവ് ജനത്തിന്റെ സാമ്പത്തിക ഭാരം കണക്കിലെടുത്ത് തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന ദേശാധിപതിയുടെ പടി 12 വർഷത്തോളം വാങ്ങിയില്ല എന്ന് നമുക്ക് കാണാം. ദൈവത്തോടുള്ള ഭക്തിയും ജനത്തോടുള്ള സ്നേഹവും മുൻനിർത്തി സ്വന്തം അവകാശം ത്യജിച്ച നെഹമ്യാവിന്റെ മാതൃക പൗലോസിന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നു. യേശു പഠിപ്പിച്ചത് തന്നെത്താൻ ത്യജിക്കുന്നതിനെ കുറിച്ചാണ്. മത്തായി സുവിശേഷം 16-24 ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കട്ടെ എന്ന് കാണുന്നു. മത്തായി സുവിശേഷം 10-8 സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുപ്പിൻ എന്ന ആഹ്വാനം യേശുവിൽ നിന്നും നമുക്ക് കാണാം. സുവിശേഷം പണത്തിന് വേണ്ടിയുള്ളതാകരുത് എന്ന് യേശു ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചു. കൊരിന്ത്യ സഭയിൽ ചിലർ പൗലോസ് പണത്തിന് വേണ്ടിയാണ് സുവിശേഷം അറിയിക്കുന്നത് എന്ന് ആരോപിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. താൻ ആരുടെയും പണം മോഹിക്കുന്നില്ലെന്നും സുവിശേഷം തടസ്സമില്ലാതെ എല്ലാവരിലും എത്താൻ വേണ്ടി പട്ടിണിയും കഷ്ടപ്പാടും സഹിച്ചുകൊണ്ട് സ്വന്തം അവകാശങ്ങൾ താൻ ബലികഴിച്ചുവെന്നും വിശുദ്ധ പൗലോസ് അവരെ ബോധ്യപ്പെടുത്തുന്നു. ഈ വാക്യത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ അഥവാ പ്രായോഗിക കർത്തവ്യങ്ങൾ ഇവയൊക്കെയാണ്. 1. നമുക്ക് ലഭിക്കേണ്ട ആദരവോ അവകാശങ്ങളോ ലഭിച്ചില്ലെങ്കിലും ദൈവവേല തടസ്സപ്പെടാതിരിക്കാൻ നാം വിട്ടുവീഴ്ച ചെയ്യണം. 2. നമ്മുടെ ജീവിത രീതിയോ സാമ്പത്തിക താല്പര്യങ്ങളോ മറ്റൊരാൾ സുവിശേഷം സ്വീകരിക്കുന്നതിന് തടസ്സമാകുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ നാം തയ്യാറാകണം. 3. ലാഭേച്ഛയില്ലാതെ ദൈവത്തെയും മനുഷ്യരെയും സേവിക്കണം. ചുരുക്കത്തിൽ സുവിശേഷത്തിന്റെ വിജയത്തിനായി സ്വന്തം അവകാശങ്ങൾ മാറ്റിവെക്കുന്നതാണ് യഥാർത്ഥ ശിഷ്യത്വം. ക്രിസ്തുവിനായി നാം സഹിക്കുന്ന ഓരോ നഷ്ടവും സുവിശേഷത്തിന് വലിയ ലാഭമായി മാറും. ഇന്ന് ഈ വചനത്താൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.